നമസ്കാരം. നിങ്ങൾ കേട്ടിട്ടില്ലേ മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സ് വെച്ചാൽ എന്തു പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതാണ്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇന്നോളം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ താക്കോലില്ലാത്ത ഒരു പൂട്ടും ഇതുവരെ ആരും പണിതിട്ടില്ല എന്ന്. ഏതെങ്കിലും ഒരു കമ്പനിയോ കൊല്ലനോ ഇതുവരെയായിട്ട് താക്കോലില്ലാതെ ഒരു പൂട്ട് മാത്രമായി ഉണ്ടാക്കിയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പക്ഷേ ആ താക്കോൽ എല്ലാവർക്കും എപ്പോഴും കാണാവുന്ന രീതിയിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും ആരും വെച്ചുകൊള്ളണമെന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നുവെച്ചാൽ അത് ആവശ്യക്കാരൻ്റെ കയ്യിലേക്ക് മാത്രമേ എത്തിച്ചേരുകയുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യവും. എല്ലാവരുടെയും മുൻപിൽ എല്ലാം എപ്പോഴുമൊന്നും വെളിപ്പെട്ട് കൊള്ളണമെന്നൊന്നുമില്ല. അത് അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്നവരുടെ മുൻപിൽ വെളിപ്പെടും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എപ്പോഴും അത് തിരഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നർത്ഥം. പക്ഷേ നമ്മളത് കണ്ടെത്തണമെങ്കിൽ അതിനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന്. ഇതിനെ ഒരു നിസ്സാര പഴഞ്ചൊല്ല് മാത്രമായി കണ്ട് തള്ളിക്കളയേണ്ടതല്ല. ഇതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പരാജയപ്പെട്ട് ഉപേക്ഷിക്കുന്നതിൻ്റെ വക്കിലെത്തുന്നതുവരെ അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ജീവിതയാത്ര സുഗമവും ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതുമാവുമ്പോൾ നമുക്ക് ശ്രദ്ധയും മനോവീര്യവും നിലനിർത്താൻ എളുപ്പമാണ്. പക്ഷേ നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഈ പ്രസിദ്ധമായ പഴഞ്ചൊല്ല് അർത്ഥവത്താവുന്നതും നമ്മൾ ഓർമ്മിക്കുന്നതും. ജീവിതത്തിൽ അടിമുടി പരാജയപ്പെട്ട് മുന്നിൽ യാതൊരു വഴിയും കാണാതെ ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അനുഭവിച്ചവനെ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിൽ പോലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ പരാജയം സമ്മതിക്കാതെ വീണ്ടും പൊരുതുവാനുള്ള പ്രചോദനമാണ് ഈ പഴഞ്ചൊല്ല് നമുക്ക് നൽകുന്നത്. എന്നുവെച്ചാൽ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്നുള്ള പഴഞ്ചൊല്ല് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ആ മാർഗം കണ്ടെത്തുവാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ വീണ്ടും തളർന്നു പോവാനും നമ്മുടെ പ്രതീക്ഷകൾ അവസാനിച്ചു പോകാനും സാധ്യതയുണ്ട്. അതും ഒരു വസ്തുതയാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ പോലും നമ്മളെ പിടിച്ചു നിർത്തുന്ന, വിജയിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എല്ലാത്തിനെയും തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഇച്ഛാശക്തിയാണ് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ആ ഇച്ഛാശക്തി അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതും വസ്തുതയാണ്. ശരിയല്ലേ? ഇവിടെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വ്യായാമം ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് ശരീരം കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ആ സമയത്ത് നമുക്ക് തോന്നുകയാണ്, ഞാൻ വ്യായാമം ചെയ്ത് എൻ്റെ ആരോഗ്യം നന്നാക്കിയെടുക്കും, പൂർണ്ണ ആരോഗ്യവാനായി മാറും എന്നൊക്കെ തോന്നിയാൽ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല എന്നുള്ളതല്ലേ വസ്തുത. കാരണം ആ സമയത്ത് വ്യായാമം ചെയ്യാൻ പോലുമുള്ള ശാരീരിക ശേഷി ഇല്ലാതെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ ശരീരം വെച്ച് വ്യായാമം ചെയ്യാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഇച്ഛാശക്തി പോലും നമ്മളെ ചതിക്കുന്ന ഒരു ഘട്ടം വരുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ഇച്ഛാശക്തി നമ്മളെ ഇട്ടേച്ചു പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് പൊതുവെ ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന ചൊല്ല് കേട്ടിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയാമോ? അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു ആപത്ത് വരുമ്പോൾ നമ്മളുടെ ഇച്ഛാശക്തിയും ധൈര്യവുമെല്ലാം ചോർന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും മെല്ലെ മെല്ലെ നമ്മളെ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കൂടുതൽ ശക്തിയോടുകൂടി നമ്മളിലേക്ക് വന്നു കയറും എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് നമ്മളുടെ മെൻ്റൽ റെസിസ്റ്റൻസ് പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മളുടെ ഇച്ഛാശക്തിയെ പരിപോഷിപ്പിക്കുന്ന ചില എക്സസൈസുകൾ ചെയ്ത് പരിശീലിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? അതിന് പ്രധാനമായും 2 കാര്യങ്ങൾ ചെയ്താൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്ത, എന്നാൽ ചെയ്താൽ നല്ലതാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ കൂടി നിങ്ങൾ പ്രയത്നിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള എന്നാൽ അത്ര നല്ല
നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ സമ്മർദ്ദം ഉപയോഗിച്ച് തടഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ തടഞ്ഞു വെച്ച് അത് ചെയ്യാതിരിക്കുക എന്നതാണ്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇച്ഛാശക്തിയെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ചെയ്ത് നമുക്ക് ശീലമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളുടെ ഇച്ഛാശക്തിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ നമ്മളുടെ ആത്മനിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ഇച്ഛാശക്തിയെ നിയന്ത്രിച്ച് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം. മറ്റൊന്ന്, എപ്പോഴും സ്വയം അവബോധമുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ശക്തികൾ എന്തൊക്കെയാണ്, എൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു വയ്ക്കുക. കാരണം അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള ചില ദൗർബല്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്നെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു വഴി എന്താണെന്നറിയാമോ? ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടും തോറ്റുപോകാതെ വിജയിച്ചവരുടെ ചരിത്രം നല്ലതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ തിയറികളും മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പരിശ്രമിച്ച എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ വിജയിച്ചവരുടെ ചരിത്രം നമുക്കൊരു പ്രചോദനമായി മാറും എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയാതെ വരുമ്പോഴല്ല, മറിച്ച് നമ്മൾ പരിശ്രമം തന്നെ നിർത്തിവെക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇനി മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന പഴഞ്ചൊല്ലിനെ നമുക്ക് ശാസ്ത്രീയമായി ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. അതായത് നമ്മൾ മനസ്സിനകത്ത് ശക്തമായ ഒരു ലക്ഷ്യം കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മളുടെ തലച്ചോറിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മളുടെ തലച്ചോറിന്റെ സ്വഭാവം അനുസരിച്ച് അതിന് എപ്പോഴും എന്തിനെങ്കിലും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളുടെ തലച്ചോറിന് കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളുടെ തലച്ചോറിന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല എങ്കിൽ റാൻഡമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇൻഫർമേഷൻസിന്റെയും പുറകെയായിരിക്കും നമ്മളുടെ തലച്ചോറ് പ്രവർത്തിക്കുക. അതിൽ തീർച്ചയായും നല്ലതും മോശവും ഉണ്ടാവാം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെയും ഗൂഗിളിൻ്റെയും ഒക്കെ സെർച്ച് എഞ്ചിനിൽ മുഴുവൻ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പല പല ക്ലാസ്സുകളും വീഡിയോകളും സെർച്ച് ചെയ്ത ചരിത്രമാവും ഉണ്ടാവുക. നിങ്ങൾ എന്തൊക്കെ വീഡിയോസ് കണ്ടു എന്ന് ഒരു മാസത്തിന് ശേഷം അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വലിയ ഭാഗവും നിങ്ങൾ ഇത്തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയുടെ കണ്ടന്റുകൾ പഠിച്ചതായിരിക്കും കാണുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാതെ ഒന്നും സെർച്ച് ചെയ്യാതെ ഒരു മാസം ജീവിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത അനവധി വീഡിയോകൾ കണ്ടതിൻ്റെ ഹിസ്റ്ററി ആവും അവിടെ ഉണ്ടാവുക. കാരണം ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് റാൻഡം സ്ക്രോളിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവുമില്ലാത്തതുകൊണ്ട് പ്രത്യേകമായി ഒന്നും സെർച്ച് ചെയ്ത് കാണുന്ന ശീലം ഉണ്ടായിരുന്നിരിക്കില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കാണുന്ന ശീലമുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അതിനു പകരം ആ വ്യക്തി യൂട്യൂബ് യൂസ് ചെയ്യുന്നത് റാൻഡംലി വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ബ്രെയിനിന് ഒരു പാറ്റേൺ കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഇപ്പോഴത്തെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, പ്രശ്നങ്ങളാണോ പ്രശ്ന പരിഹാരങ്ങളാണോ വേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ മനസ്സിനൊരു വ്യക്തത വേണം എന്നുള്ളതാണ്. അതായത് RAC അഥവാ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മളുടെ ബ്രെയിനിന്റെ ഒരു ഭാഗത്തിന് നമ്മളൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നർത്ഥം. അതിനായി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനായുള്ള മാർഗങ്ങളെപ്പറ്റി സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് ടോക്കിൽ നമ്മൾ പരമാവധി അതിനെ സബ്ജക്റ്റാക്കി പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യത്തിൽ നമ്മളുടെ പ്രവൃത്തികളെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ആ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പല സ്ഥലത്തു നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള വ്യക്തികളും സാഹചര്യങ്ങളും കണ്ടന്റുകളും എല്ലാം വരാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പിടിച്ചു കയറാനുള്ള കച്ചിത്തുരുമ്പായി മാറും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും സംസാരത്തിലും പ്രവൃത്തിയിലും അതിനനുബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന പഴഞ്ചൊല്ല് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടും എന്നുള്ളതാണ്.
അല്ലെങ്കിൽ അത് വെറുമൊരു പഴഞ്ചൊല്ലായി മാത്രം അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.